ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ യൂസ് ചെയ്ത ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഇത് പഴയ നമ്മൾ പാലിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്യാൻ അല്ലെങ്കിൽ ഓയിലിൻ്റെ ക്യാൻ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുത്ത് വെച്ചാൽ നമുക്കിതുപോലെ കുഞ്ഞു 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 ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് മാർക്കർ വെച്ചിട്ട് നമുക്ക് വേണ്ട ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവൽ കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇതിലെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഇളക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇളക്കാൻ പറ്റുവാണെങ്കിൽ ഇളക്കിയിട്ട് ഉണ്ടാക്കുക. അപ്പം ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റിക്കർ ആയതുകൊണ്ട് ഇളകി പോരുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാം. നമുക്ക് മുകളിലത്തെ ഭാഗം വേണ്ടാത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതങ്ങോട്ട് ഇതുപോലത്തെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ദാ ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണ്ടിയത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ദാ ഇതിന് ആ ഒരു സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്താലേ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇത് ഇരിക്കുള്ളൂ. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുവാണ്. പിന്നെ നമുക്ക് ഇത് കുറച്ച് ഭാഗം കൂടെ കട്ട് ചെയ്യാനുണ്ട്, ഇതിൻ്റെ മിഡിൽ ഭാഗം. അപ്പോൾ അത് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പം നമ്മളിതാ ഇതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് സ്പേസ് 4 സൈഡിലും വിട്ടതിന് ശേഷം വരച്ചു കൊടുക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ 2 സൈഡിലും വരച്ചു കൊടുക്കുക. അപ്പോൾ 4 സൈഡ് നമ്മൾ ഇതുപോലെ വരയ്ക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയാനാണ്. എത്ര ഭാഗമാണ് കട്ട് ചെയ്ത് കളയേണ്ടത് അവിടെ മാത്രമാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ദാ ഈ 2 സൈഡ് മറ്റേ 2 സൈഡ് അങ്ങനെ 4 സൈഡ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം കത്തി തന്നെ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഒരു ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തതാണ്. ഇതിപ്പോൾ കുറച്ച് ഷേപ്പ് ആവാനുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഷേപ്പാക്കി എടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും ഞാൻ കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളെ ഒരു കുഞ്ഞ് ടേബിൾ പോലെ ആയിട്ടില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ടേബിൾ ഉണ്ടാവില്ലേ, നമ്മൾ പിന്നെ ഇങ്ങനെ എന്താ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ടേബിൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഇളക്കി അതിൻ്റെ കാലുകളൊക്കെ ഇളക്കി മാറ്റാൻ പറ്റത്തെ ആ ടൈപ്പ് ടേബിൾ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരണമെങ്കിൽ എങ്കിലേ ടേബിളിൻ്റെ കറക്റ്റ് ഒരു ലുക്കൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഒരു കുഞ്ഞ് മിനിയേച്ചർ ടേബിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടിയിൽ ഒരു വെള്ള ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പെയിൻറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ സ്പ്രേ പെയിൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് അങ്ങനത്തെ കളേഴ്സൊക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ബ്ലാക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് ബ്ലാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും പെയിൻറ്റോ വെച്ചിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ജനലിൻ്റെ കമ്പിയിലൊക്കെ അടിക്കുന്ന ടൈപ്പ് പെയിൻ്റ് ഉണ്ടല്ലോ, അതായാലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഫുള്ള് ഇതുപോലെ അകത്തും പുറത്തും ഒക്കെ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് വൃത്തിയായിട്ട് കിട്ടുള്ളൂ, ടേബിളിൻ്റെ ഒരു ലുക്കൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതിപ്പോൾ കണ്ടോ, നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. നല്ല തിളക്കമുള്ള ഒരു കുഞ്ഞ് മിനിയേച്ചർ ടേബിൾ. കുട്ടികൾക്കൊക്കെ പാവയൊക്കെ വെച്ച് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അവരുടെ ഡോൾ ഹൗസിലൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ കളയുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ മിനിയേച്ചർ ഫർണിച്ചറൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര പൈസ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്